പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ശാപം, കേരളത്തെ നശിപ്പിക്കുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, മാപ്രകൾ, കോലും തൂക്കി കൊണ്ട് ചെല്ലുന്ന ആ ജന്തുക്കളുണ്ടല്ലോ, അവറ്റകളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് കുറച്ച്, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന പേര് മാത്രമാണ് കുറച്ച് മര്യാദയുള്ളവർ. ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ 6 ദിവസം ജയിലിലാണ് ആ മനുഷ്യൻ കിടന്നത്. തെറ്റെന്തോ ആയിക്കോട്ടെ, കോടതി ശിക്ഷിച്ചിട്ടില്ല. ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഉന്തിത്തള്ളി അപ്പോ തന്നെ ജയിലിലാക്കാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് ചില വിവരദോഷികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ, അത് കേട്ട് സത്യത്തിൽ തൊലി പൊളിഞ്ഞുപോയി. എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നല്ല, ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇവരുടെ ചോദ്യങ്ങൾ ആ വിധമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നാവിൽ നിന്ന് നാക്കുപിഴ വരണം. നാക്കുപിഴ വന്ന് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആരെയോ അവരെ കുരുക്കി ജയിലിനുള്ളിലേക്ക് തള്ളണം. അതിനുവേണ്ടി വാർത്തകൾക്ക് വേണ്ടി ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഇവരൊക്കെ ചെയ്യേണ്ടത് അവരുടെ വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കി നിർത്തി വിലപേശുന്നതാണ് ഇതിനേക്കാളും നല്ലത്. അതാണ് ഇതിനേക്കാളും നല്ലത്. ഒന്നുകൂടി വാർത്താ പ്രാധാന്യം കിട്ടും അതാവുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ ഒരു ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത് മറ്റുള്ളവരുടെ കാര്യത്തിലും കണ്ടുവരുന്നതാണ് ഈ മാധ്യമങ്ങളുടെ ഈ ഒരു കോലും തൂക്കിയുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് എന്തെങ്കിലും മാന്യമായി ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാം. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി, എന്തെങ്കിലും ചോദിക്കാം. പക്ഷെ ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല. ബോബി ചെമ്മണ്ണൂരിന് മര്യാദയ്ക്ക് മിണ്ടാതെ പോകാം, പക്ഷെ ഒരു എന്തൂസിയാസ്റ്റും മിണ്ടാതെ പോകില്ല. അതൊരു ശീലമാണ്, ഒരു ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറിയാതെ നാവിൽ നിന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഘോഷമാക്കിക്കൊണ്ട് പിന്നെ ഒരു വലിയ വിഷയമാക്കാൻ പോകുന്നു. ഇപ്പൊ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഈ മാപ്രകളായിട്ടുള്ള ഈ വിവരദോഷികൾ, അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. ഇവരെ നിലയ്ക്ക് നിർത്താതെ ഈ നാട് നന്നാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. അവരാണ് മീഡിയകൾ വിളിച്ചിരുത്തി ഓരോരുത്തരെ അപമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് ബോബി ചെമ്മണ്ണൂരല്ല, ഏറ്റവും വലിയ അപമാനം അവരാ ചെയ്യുന്നത്. എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ബോധവും പൊക്കണവും ഇല്ലാതെ എന്തുകൊണ്ടാണ് പെരുമാറുന്നത്? ഇവിടുത്തെ പാർട്ടി നേതാക്കൾ, മന്ത്രി ആയാലും പിണറായി ആയാലും ആരായാലും അവർക്ക് ഇവറ്റകളെ നിലയ്ക്ക് നിർത്തിക്കൂടെ? ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസവും കാട്ടി അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ളതാണ്? അല്ലല്ലോ. ഒരാള് ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ആ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവർ പറയും. അത് കേട്ട് അത് റിപ്പോർട്ട് ചെയ്തോണം. അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ളത് പറയിക്കലാണോ ഇവിടുത്തെ മാധ്യമധർമ്മം അല്ലെങ്കിൽ മാധ്യമത്തിന്റെ പണി എന്ന് പറയുന്നത്? ഇവിടെ ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തേക്ക് വരുമ്പോൾ വളഞ്ഞു കുത്തി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവന്റെയൊക്കെ അമ്മയും പെങ്ങന്മാരെടുത്താണ് ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ സഹിക്കുമോ? അല്ലെങ്കിൽ ഇവന്റെയൊക്കെ കുടുംബത്തിലുള്ള ആരോടെങ്കിലുമാണ് ചോദിക്കുന്നെങ്കിൽ സഹിക്കുമോ? ഇല്ലല്ലോ. അപ്പോ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ നമുക്ക് കാണാൻ ഒരു സുഖം എന്നതാണ് ഇവറ്റകളുടെ രീതി. അവർക്ക് ഒരു വാർത്ത മതി. ആരുടെ ജീവിതം തൊലഞ്ഞു പോയാലും ആരുടെ ജീവിതം എങ്ങനെ പോയാലും ഒന്നുമില്ല. ബോബി ചെമ്മണ്ണൂർ തെറ്റുകാരനോ ആണോ അല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കൂടി നിന്ന വലിയൊരു വൃന്ദങ്ങളുണ്ട്, ആ സ്നേഹവൃന്ദങ്ങളുണ്ട്. അവർക്ക് അദ്ദേഹം ഒരു അത്താണി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കാണാൻ അവരങ്ങനെ വരുന്നത്. അപ്പോൾ അത്തരം ഒരു വിഭാഗങ്ങൾ ഉണ്ട്. അവരൊക്കെ ഈ ചോദ്യങ്ങളും ഈ പ്രവൃത്തിയും കാണുന്നുണ്ട് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഈ പോക്കണഘട്ടവന്മാരെ പിടിച്ച് റിപ്പോർട്ടർമാരാക്കുന്ന ഈ മാധ്യമ മുതലാളിമാരുണ്ടല്ലോ, അവരെയൊക്കെ കുറ്റിച്ചുള്ളിന് ചാണകം മുക്കി ചന്തിക്കടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് നിലവിലുള്ള ഒരു സ്ഥിതി. കാരണം അത്രത്തോളം നമ്മളെ മലയാളത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ അറിയാതെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണു പോയി കഴിഞ്ഞാൽ അത് ഈ മാധ്യമങ്ങൾ വലിയ വായിൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. നോക്കൂ, ഇത് സോഷ്യൽ മീഡിയ ആയാലും മറ്റു മീഡിയ ആയാലും അത്തരം ദൃശ്യങ്ങൾ പുറത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കോടതിക്ക് തെളിവാണ്. അറിയാതെ വീണു പോകുന്ന ഒരു വാക്ക് പോലും ഒരു അബദ്ധമായി മാറുന്നത് അങ്ങനെയാണ്, ഒരു ശിക്ഷയ്ക്ക് കാരണമാകുന്നത് അങ്ങനെയാണ്. എന്നാൽ പറ്റിയതൊരു അബദ്ധമാണ്, നമുക്കത് മറച്ചേക്കാം എന്ന പറ്റുള്ളൊന്നും ചിന്തിക്കില്ലല്ലോ, ഇല്ല. അപ്പോ ഒരു അബദ്ധം വായിൽ നിന്ന് വീഴാൻ കുത്തി വായിലേക്ക് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിലുള്ള കോല് എന്ന് പറയുന്നത്. അത് വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടുകാരുടെ ഓരോരുത്തരെയും വായിലേക്കാണ് കുത്തി കയറ്റേണ്ടത്. അവരെയാണ് ഇതുപോലെ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവരെയാണ് ഈ രീതിയിൽ അപമാനിക്കേണ്ടത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയല്ല. ഈ മാധ്യമ സംസ്കാരം മാറണം. ഇങ്ങനെയല്ല മാധ്യമങ്ങൾ പെരുമാറേണ്ടത്. മാധ്യമങ്ങൾക്ക് ഒരു റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്നാണ്. ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആ കാര്യം വിളിച്ചു പറയുന്നതാണ്. അത്രേ ഉള്ളൂ. വാർത്തകൾ സൃഷ്ടിക്കേണ്ടതില്ല, വാർത്തകളുടെ വിശകലനത്തിലേക്കും വിധിയിലേക്കും പോകേണ്ടതില്ല,
കേസ് അന്വേഷിക്കേണ്ട പണി ഇവിടുത്തെ പോലീസുകാർ ചെയ്തോളും. അത് അവർ കൃത്യമായി ചെയ്യും. അതിന്റെ വിചാരണയും വിധിയും മറ്റു കാര്യങ്ങളും എല്ലാം കോടതികൾ ചെയ്തോളും. അത് കൃത്യമായി നടക്കുമ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് ഈ പോക്കണക്കെട്ടവന്മാർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കണ്ടേ. ഇത് എന്തുകൊണ്ടാണ് ഇത് ജനം പറഞ്ഞു കൊടുക്കാത്തത്? ഇത്തരത്തിലുള്ളവന്മാർ കോലം തൂക്കി വരുന്ന സമയത്ത് ആട്ടിപ്പായ്ക്കണം, കടന്നു പോടാ എന്ന് പറയാൻ കഴിയണം. കാരണം ഇവരൊന്നും ഇവിടുത്തെ പോലീസല്ല, ഇവിടുത്തെ നിയമ സംവിധാനമല്ല, അതിനിവിടെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങൾ അത് ചെയ്തോളും. ഒരു മാധ്യമവും ചാനൽ ചർച്ചകൾ നടത്തുന്ന മുഴുവൻ ആൾക്കാരോടുമാണ് എന്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ആ പരിപാടി നിർത്തിയത് അതുകൊണ്ടാണ്. ഏതായാലും ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ ചെന്നിരിക്കുന്നവർ തനിക്ക് പറയാനുള്ളത് പറയാൻ അവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയും. അത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ചലക്കാതെ മിണ്ടാതിരുന്ന് കേട്ടോ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ കഴിയുന്നവർ ചാനൽ ചർച്ചയ്ക്ക് പോയാൽ മതി. അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ടെന്നേ. എന്തിനാണ് അവരുടെ വാർത്താ പരിപാടിക്ക് അല്ലെങ്കിൽ അവരുടെ ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്? ആ TV ചാനലിന്റെ ഉള്ളിലൂടെ തന്റെ തിരുമുഖം ഒന്ന് കാണണമെന്നോ വല്ല ആഗ്രഹം ഉണ്ടായിട്ടാണോ? ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിങ്ങൾ വിളിച്ചു പറയാനുള്ളത് പറഞ്ഞോളൂ. അത് കാണാനും കേൾക്കാനും ലോകമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ജനമുണ്ട് ഇവിടെ. ഇന്ന് ആ TV ചാനലുകളിലൂടെ വാർത്ത അറിയണമെന്ന് ജനങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ യൂട്യൂബ് ചാനലുകളുടെ താഴെ വരുന്ന കമന്റുകളും യൂട്യൂബ് ചാനലുകൾ കാണുന്നതും അത് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു പ്രാദേശിക ചാനലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർ ആണോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനലാണോ എന്നൊന്നും നോക്കുന്നില്ല. പറയുന്നതുള്ള കാര്യമാണോ എന്ന് നോക്കുന്നുണ്ട്. അത് പറയുന്നത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനമുണ്ട് ഇവിടെ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അപ്പോ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ ഇവിടെ മീഡിയ ഇവിടെ ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് ഇവന്മാരുടെ കാൽക്കീഴിലേക്ക് തല കൊണ്ടുവച്ചു കൊടുക്കുന്നത്? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തച്ചു കൊല്ലുന്ന ഈ മാധ്യമ സംസ്കാരം ഉണ്ടല്ലോ, ഇത് മാറാതെ ഈ സംസ്ഥാനം, നമ്മുടെ നാട് നന്നാവൂല എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വിഷയം കൂടി കാണുമ്പോൾ മനസ്സിലാവുന്നത്. പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹത്തോട് കോടതി അലക്ഷ്യമായേക്കാവുന്ന ഒരു മനുഷ്യനാണ്. അതിന് മറുപടി പറഞ്ഞാൽ കോടതി അലക്ഷ്യമായേക്കാവുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഈ മാപ്രാ വിവരദോഷികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കണം, അയാളെ അകത്താക്കണം. അപ്പൊ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൈയിട്ട് വാരി എന്തൊക്കെ എടുത്തോണ്ട് വന്ന് ഇവന്റെയൊക്കെ കുടുംബം കുളം തോണ്ടിയത് പോലെയാണ് തോന്നുന്നത്. ഈ മാപ്രകളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരുത്തന്റെ മുതൽ 1 രൂപ മോഷ്ടിച്ചോണ്ടോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടോ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. യവനൊക്കെ തിന്നാൻ കൊടുത്ത, പച്ചയ്ക്ക് പറഞ്ഞാൽ നക്കാൻ കൊടുത്തത് ഇയാളുടെ പരസ്യപ്പണമാണെന്ന് കൂടി ചിന്തിക്കണം. ആ ഒരു നന്ദിയെങ്കിലും കാണിക്കണം. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വിളിച്ചു പറഞ്ഞോളൂ, റിപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങളെ പണിയെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഒരാളെ വീണ്ടും വീണ്ടും അയാൾ അണ്ണാക്കിലേക്ക് കോലിട്ട് കുത്താനായിട്ട് ചെല്ലുന്നത്? അതിന് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും എത്രയൊക്കെ നീതിക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്തു തരാൻ മലയാളി ലോകം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഞാൻ പറയുന്നത്, ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നത് ഇവിടുത്തെ മാപ്രകളാണ്. ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇല്ലായിരുന്നെങ്കിൽ യുവമാര് നാട് എന്നോ കുളം തോണ്ടിയേനെ. Different angles. Don't forget to subscribe and support this channel.